മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഞങ്ങൾ പുറത്തിരുന്ന് കച്ചവടം ചെയ്തോളാം, അവർക്കാർക്കും ഈ മാർക്കറ്റിലേക്ക് വരാൻ കഴിയുന്നില്ല. ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ റോഡിൽ ഇരിക്കുന്ന ആൾക്കാരെ കംപ്ലീറ്റ് മാർക്കറ്റിൽ കയറ്റാവുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും പറ്റില്ല. ഇഷ്ടം പോലെ കച്ചവടം നടക്കും, പഞ്ചായത്തിന് നല്ല തുകയുണ്ട്. ഇത് കണ്ടോ, നേരം വെളുത്ത് ഇത്രയും സമയമായിട്ട് ഈ അമ്മയ്ക്ക് ഒരു കച്ചവടം ഇവിടെ നടന്നില്ല എന്നുള്ളതാണ്. മീനിന്റെ വരവെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ വരവുണ്ട്. അപ്പൊ ഇതിനകത്തിരിക്കുന്നവർക്ക് ജീവിത പ്രശ്നം. പക്ഷെ ഇപ്പോൾ ഈ കെട്ടിടം വെച്ചതിന് കേട്ടോ, അത് മന്ത്രിയും പാവപ്പെട്ട മന്ത്രിയും നല്ലൊരു കാര്യം നടത്തിയത്. വെറുതെ ഇരിക്കുക. ഞാനിങ്ങനെ 5 കിലോ വീതമൊക്കെ തൂക്കിയെടുത്തിട്ട് അതുപോലും വിളിക്കാൻ പറ്റുന്നത്. 4,000 രൂപ. ആന്നാ, ഉണക്കമീൻ മേടിക്കാൻ ആള് വരുന്നുണ്ടല്ലേ? കളിയാക്കിയതല്ലേ? എല്ലാവർക്കും നമസ്കാരം. കൊല്ലം ജില്ലയിലെ പുത്തൂർ മത്സ്യ മാർക്കറ്റിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആധുനിക സൗകര്യങ്ങളോടുകൂടി കുളക്കട പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ജീവനക്കാർ, അതായത് മത്സ്യത്തൊഴിലാളികൾ, ഈ പച്ചക്കറിയൊക്കെ കച്ചവടം ചെയ്യുന്നവരൊക്കെ തന്നെ ഇപ്പോൾ വലിയ സങ്കടത്തിലാണ്. കാരണം ആരും ഇപ്പോൾ മാർക്കറ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ലക്ഷങ്ങൾ ചിലവഴിച്ചുകൊണ്ടാണ് ഈ മാർക്കറ്റ് നിർമ്മിച്ചത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ മാർക്കറ്റിലേക്ക് ആരും തിരിഞ്ഞു നോക്കാത്തത്? നമുക്ക് ചോദിക്കാം. ഒരുപാട് നല്ല ഫെസിലിറ്റീസ് ആണ്. ശരിക്കും പറഞ്ഞാൽ മറ്റെങ്ങും കാണാത്ത രീതിയിലുള്ള ഒരു നല്ല ഫിഷിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫ്രീസിങ് സിസ്റ്റം ഉൾപ്പെടെ ഒരുപാട് ഫെസിലിറ്റീസ് ലക്ഷങ്ങൾ ചിലവാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ മത്സ്യ മാർക്കറ്റാണ് ഈ കാണുന്നത്. ഈ ഒരു ഇവിടെ ശരിക്കും വളരെ സൗകര്യത്തോട് കൂടിയിട്ട് എല്ലാവർക്കും ഇരിക്കാം. ഇപ്പം നമുക്കറിയാം വേനൽക്കാലമാണ്, ഈ സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ട്. ഈ സമയത്തൊക്കെ ഇരിക്കുക. പക്ഷേ ഈ അമ്മമാരുടെ ഈ കച്ചവടങ്ങളൊന്നും നമുക്ക് അതുപോലെ തന്നെ ഇരിക്കുകയാണ്. ഏകദേശം ഒരു മണിയോളം ആവും. നമ്മെ കച്ചവടം നടന്നില്ലയോ? കച്ചവടം നടന്നില്ല കുഞ്ഞ്. ഇവിടെ ഇങ്ങനെ ചുമ്മാതെ കുത്തിയിരിക്കുക. എന്താണ് ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഇനി തിരിച്ചു കൊണ്ടുപോകേണ്ടോ അല്ലെങ്കിൽ അവസ്ഥയാണല്ലോ? ഇതിനകത്തങ്ങ് ആരും കയറി വരുന്നില്ല. കാര്യം എന്തോന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. വഴിയോരങ്ങളിലൊക്കെ ഇഷ്ടം പോലെ കച്ചവടമുണ്ട്. അങ്ങനെ ആൾക്കാർ അവിടെ നിന്നൊക്കെ വാങ്ങിച്ചോണ്ട് പോവുക. ഇവിടെ വന്നൊരു സാധനവും മേടിക്കുന്നില്ല. ഇവിടേക്ക് ആർക്കും മന്ത്രിന്ന് കച്ചവടം ചെയ്യാൻ വയ്യേ? ഞങ്ങളെല്ലാരും കുഴഞ്ഞ് എല്ലാരും ഷെഡിട്ടും പോയേക്കുന്ന കണ്ടില്ലേ? കച്ചവടം ഇല്ലാത്തതുകൊണ്ട് എല്ലാരും അവരവരുടെ വീട്ടിലേക്ക് പോയി. ഷെഡൊക്കെ മൂടി. പലരും വഴിയോര കച്ചവടങ്ങളിലേക്ക് ഇപ്പൊ ശ്രദ്ധ കൊടുത്തിരിക്കുക അല്ലേ? എല്ലാരും അങ്ങനെ പോയിരിക്കുക. ഇവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം അങ്ങ് റോഡിൽ കച്ചവടം നടക്കത്തില്ലെന്നാണോ പറയുന്നത്? ഇവിടെ ഇരുന്ന ഒരു കച്ചവടം നടക്കുന്നില്ല. നേരം വൈകുന്നേരം ആകുമ്പം 1 കിലോ അരി മേടിക്കണോ ഞങ്ങൾ വന്നിരുന്ന്? ഒരു കുടുംബം കഴിയണമെങ്കിൽ ഒരു ദിവസം എത്ര രൂപ വേണം ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെല്ലാരും കുടുംബത്തിൽ കഴിയുന്നവരല്ലയോ? ഇത് 500 രൂപ പോലും വിൽക്കാത്ത ദിവസമുണ്ട്. 300 രൂപ വിറ്റിട്ട് കരഞ്ഞോണ്ട് പോയിട്ടുള്ള ദിവസങ്ങളുണ്ട്. ഞാൻ ഇതിനകത്ത് വന്ന് കയറി, അറിയാമോ? അങ്ങനെ ഇരുന്ന് കഷ്ടപ്പെടുന്ന ഒരു ദിവസങ്ങളാണ് ഇപ്പം കടന്നു പോകുന്നത്. 1 വർഷമാകാൻ പോകുന്നു ഇവിടെ വന്ന് കയറിയിട്ട്. കടമല്ലാതെ ഒന്നുമില്ല. മേപ്പോട്ട് നൂരാൻ ഒരു രീതിയിൽ ഒക്കുന്നില്ല. അപ്പോൾ ഏതായാലും വലിയ രീതിയിലുള്ള ഒരു സങ്കടം തന്നെ കാണുന്നില്ലേ? നമുക്ക് എത്രത്തോളം സ്റ്റാളുകളാണ് ഈ പൂട്ടിയിട്ടിരിക്കുന്നത്. കാരണം എല്ലാവരും കച്ചവടം മതിയാക്കി പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വലിയ സൗകര്യങ്ങളുണ്ട്. ഒരുപാട് മീനാണെങ്കിലും ശരി, പച്ചക്കറിക്കാണെങ്കിലും ശരി, ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കി കൊടുത്തിരിക്കുന്ന പുത്തൂരിലെ ഈ ഒരു മാർക്കറ്റ് ഇപ്പോൾ അടച്ചു പൂട്ടി പലരും പോയിരിക്കുകയാണ്. രാവിലെ മുതൽ ഇവിടെ വന്നിരിക്കുന്നവർക്കൊന്നും കച്ചവടം തന്നെ ഇല്ല. പലരും പുറത്തെ കച്ചവടങ്ങളെ ആശ്രയിക്കുന്നതാണ്. അമ്മേ, കച്ചവടം വല്ലതും നടന്നോ? കച്ചവടം വല്ലതും നടന്നോ? 14,000 രൂപ കിട്ടി. 14,000 രൂപ കിട്ടി. ആന്നാ, ഉണക്കമീൻ മേടിക്കാൻ ആള് വരുന്നുണ്ടല്ലേ? എവിടുന്നാ ഓളെ? കളിയാക്കിയതല്ലേ? ഞാൻ ശരിക്കും വിശ്വസിച്ചു കേട്ടോ. അമ്മയ്ക്ക് മാത്രമേ എത്ര വലിയ കച്ചവടം. എല്ലാവരും കാലം കഴിഞ്ഞ് കച്ചവടം എനിക്കതെന്ന് പറയുന്നത്. ഉണക്കമീൻ ഇങ്ങനെ നേരം വിളിച്ച് വിറ്റതാണ്. പത്തിയോ കണ്ടോ, നേരം വെളുത്ത് ഇത്രയും സമയമായിട്ട് ഈ അമ്മയ്ക്ക് ഒരു കച്ചവടം ഇവിടെ നടന്നില്ല എന്നുള്ളതാണ്. ഞാൻ 4,000 രൂപ കിട്ടിയെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങ് സന്തോഷിച്ചു കേട്ടോ. ശരിക്കും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. വിൽക്കുമ്പോ വിൽക്കട്ടെ അല്ലേ? ഇവരൊക്കെ തന്നെ ശരിക്കും കണ്ണുനീരോട് കൂടിയിട്ടാണ് ഇവിടുന്ന് മടങ്ങി പോകുന്നത്. കാരണം ഒരു ദിവസത്തെ മുഴുവൻ അധ്വാനവും ഇവിടെ വന്നിരുന്ന് ചിലവഴിക്കുമ്പോൾ ഇവർക്കൊന്നും അരി മേടിക്കാൻ പോലും തികയുന്നില്ല എന്നുള്ളൊരു സങ്കടമാണ് ഇവർക്കുള്ളത്. അവരൊക്കെ ആ സങ്കടങ്ങൾ അവരുടെ ഉള്ളിൽ ഒതുക്കി അവർ കരഞ്ഞുകൊണ്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മാർക്കറ്റിലേക്ക് ആരും കയറാതിരിക്കുന്നത്? വലിയ രീതിയിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി. അതോടൊപ്പം മത്സ്യക്കച്ചവടം ചെയ്യുന്നവരുടെ അവസ്ഥയൊക്കെ ഏകദേശം ഇത് തന്നെയാണ്. അപ്പോൾ ചേട്ടാ, കച്ചവടമൊക്കെ ഉണ്ടായിരുന്നോ? അത്യാവശ്യം പോകുന്നുണ്ടോ?
ഭയങ്കരമായ ചൂട്. അല്ല പുറത്ത് ഒരുപാട് ഫിഷ് സ്റ്റാളൊക്കെ വന്നേ പിന്നെ ഞങ്ങൾക്ക് ഒരു കച്ചവടമില്ല. കച്ചവടം ഇല്ല. വെറുതെ ഇരിക്കുക. ഞങ്ങളിങ്ങനെ 5 കിലോ വീതമൊക്കെ തൂക്കിയെടുത്തിട്ടുണ്ട്. അതുപോലും വിൽക്കാൻ പറ്റുന്നില്ല. മീനല്ലേ അത് ശരിക്കും 2 ദിവസത്തിൽ കൂടുതൽ പറ്റത്തുമില്ല. അതന്നെ വെച്ചേക്കാൻ പറ്റില്ല. അതിന്റെ കൂടെ ഇവിടുത്തെ ഈ ചൂടും പിന്നെ ഇവിടെ അടുത്തടുത്തെല്ലാം അങ്ങ് കടകളാ. പിന്നെ ആൾക്കാർ ഇപ്പൊ വീട് വിടാൻ നേരം കൊണ്ടുവരുന്ന ചില നേരം നമുക്കൊന്നും പറയാനൊക്കത്തില്ല. എങ്കിൽ ഈ ചന്തയുടെ മുൻവശത്ത് തന്നെ ഒരു 50 സെന്റിമീറ്റർ 60 സെന്റിമീറ്റർ ഒക്കെ ദൂരത്തിലൊക്കെ അടുത്ത കച്ചവടങ്ങളെന്ന് പറയുമ്പോൾ ആര് കയറി വരും കമ്പോളത്തിൽ? ഞങ്ങളിങ്ങനെ കുറെ പൈസ ചെലവാക്കി കുറെ മീനുമായിട്ട് ഇവിടെ ഇരിക്കും. ആള് കയറി വന്നെങ്കിൽ ഇത് വിറ്റ് കഴിഞ്ഞെങ്കിൽ നമുക്ക് മീനിന്റെ കാര്യം ആയതുകൊണ്ടൊന്നും പറയാനും പറ്റത്തില്ല. ഒരു 2 ദിവസത്തിൽ കൂടുതൽ മീനൊന്നും വെക്കാനും പറ്റത്തില്ല. അവർക്ക് ജീവിക്കണ്ടേ എന്നുള്ളതല്ലേ നമ്മള് ചോദിക്കുന്നത്. പക്ഷേ അവര് അതൊരു ജീവിക്കണം. സങ്കടമാണ്. അങ്ങനല്ല, ഇച്ചിരൂടെ ഒന്നേ അവര് ഇവിടെ ഇരിക്കുകയല്ലേ, ഇച്ചിരൂടെ മാറി അതെ. ഇരിക്കുകയോ. ഈ ചന്തയോട് ചേർന്നുള്ള ഇരിപ്പിനെ നമ്മൾ കുറ്റം പറയുന്നു. ഒരു വിഷമാണ് തന്നെ. ഇവരൊക്കെ തന്നെ നോക്കി രാവിലെ മുതലേ വന്ന് ഇതുപോലെ ഇരിക്കുകയാണ്. അവരൊന്നും പോയിട്ടില്ല കച്ചവടത്തില്. ഇവരൊക്കെ ആകെ വിഷമിക്കണം. ചേച്ചി തന്നെ ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. ഇവരൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഇങ്ങനെങ്കിലും ഇവിടെ ഇരിക്കും. വല്ലതും നടന്നോ കച്ചവടം? കമ്പോളത്തിൽ ആൾ വല്ലരും ഉണ്ടോ? മോള് വന്നാറോ വല്ലരും ഉണ്ടോ ഇവിടെ? ആരും ഇല്ല. അതാണ്. പിന്നെ എങ്ങനെയാ ഇതൊക്കെ തന്നെ കാര്യങ്ങൾ നടക്കുന്നേ. നമ്മളെല്ലാം എന്താ പറയാൻ, ഇതൊക്കെ തന്നെ കാര്യം. കമ്പോളം പണിഞ്ഞ് കോടികൾ ചെലവാക്കി കെട്ടിടം പണിഞ്ഞിടും. റോഡ് നീളെ ഇരിക്കാൻ പഞ്ചായത്തിൽ നിന്ന് ലൈസൻസും കൊടുക്കും. പിന്നെ അങ്ങനെ മാർക്കറ്റ് വരുന്ന ഈ റോഡിൽ ഇരിക്കുന്ന ആൾക്കാരെ കംപ്ലീറ്റ് മാർക്കറ്റിൽ കയറ്റാവുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും വരുന്നില്ല. ഇഷ്ടം പോലെ കച്ചവടവും നടക്കും. പഞ്ചായത്തിന് നല്ല തുകയും കിട്ടും. ഇപ്പോൾ ഇവിടുത്തെ പ്രദേശവാസിയായിട്ടുള്ളൊരു ചേട്ടനാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. ചേട്ടൻ മുമ്പും വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ മീൻ മേടിക്കുന്നതായിരുന്നു. ശരിക്കും അന്ന് മാർക്കറ്റിന് ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു മാർക്കറ്റായിരുന്നു. ഇപ്പൊ ഒരുപാട് ലക്ഷങ്ങൾ അങ്ങനല്ല. അന്ന് ഇതിനേക്കാൾ വലിയ മാർക്കറ്റ്. അവിടെ മീനൊക്കെ എന്ന് പറഞ്ഞാൽ ആവശ്യം പോലെ വരും. മീന് മറ്റെല്ലാ സാധനങ്ങളും ഇവിടെ വരും. ഈ മാർക്കറ്റ് കഴിഞ്ഞ് ഈ സമയപ്രദേശത്ത് മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇത് അന്തിച്ചന്ത എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനായത്. അന്ന് അന്തിച്ചന്തയാണെങ്കിൽ എല്ലാ ഭാഗത്തുനിന്ന് മീന്, ലോഡ് കണക്കിന് മീന് സൈക്കിളില് എല്ലാം വരുമായിരുന്നു. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും നല്ല രീതിയിൽ ശരിക്കും ഇപ്പൊ പുറത്ത് ഈ ഒരു മാർക്കറ്റ് വന്നതോട് കൂടിയിട്ട് മീൻ ഇവിടേക്ക് വരാനുള്ള ആളുകളുടെ ഒരു ഒഴുക്ക് കുറഞ്ഞു. ഒഴുക്ക് കുറഞ്ഞതിന് കാരണം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കടകളിലും മീൻ വെച്ച് വിൽക്കുക. പുറത്ത് എല്ലാവരും സ്റ്റാൾ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇങ്ങോട്ടൊരു മീനിന്റെ വരവ് കുറഞ്ഞു. മീനിന്റെ വരവും കുറഞ്ഞു, ആൾക്കാരുടെ വരവും കുറഞ്ഞു. അപ്പൊ ഇതിനകത്തിരിക്കുന്നവർക്കും ജീവിത പ്രശ്നം വലിയ പ്രതിസന്ധിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ഈ ഒരു ആധുനിക മത്സ്യ മാർക്കറ്റ് ഉണ്ടാക്കിയത് അല്ലേ? അത് പേര് മാത്രമല്ലേ ഉള്ളൂ. ആധുനികം എന്ന് പറഞ്ഞിട്ട് കഥയില്ലല്ലോ. ജനത്തിന് ജീവിക്കല്ലോ. ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തായാലും ഒരു മനുഷ്യനും അങ്ങോട്ട് ചെല്ലത്തില്ല. എന്നാലും അവരങ്ങനെ ജീവിക്കും. അവർക്കൊന്നും പുറത്ത്, അവരൊക്കെ പുറത്ത് തന്നെയാണോ? അതെ, ഈ സാധാരണ കച്ചവടക്കാരൊക്കെ. സാധാരണ കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ ഉണക്കമീൻകാരൊക്കെ അതിനകത്തുണ്ട്. പക്ഷെ അവർക്ക് ബിസിനസ് നടക്കുന്നില്ല. ഇപ്പൊ ഇവരതിനകത്തിരിക്കുന്നത്, ഇവരെല്ലാം വെളിയിൽ ഇറങ്ങിയിരിക്കുന്നത്. ഈ ആൾക്കാർ വരുമ്പോ എന്തെങ്കിലും കച്ചവടം നടക്കുന്നില്ല. അപ്പൊ ശരിക്കും അമ്മ എത്ര നാളായി ഇവിടെ ഇരിക്കുന്നു? ഞാന് ഇപ്പൊ ഇവിടെ ഞാൻ 48 വർഷം കൊണ്ട് ഈ കമ്പോളത്തിൽ ഇരിക്കുന്നോളാ. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ ഇപ്പൊ ഈ കെട്ടിടം വെച്ചതിനിട്ടാട്ടോ അത് മന്ത്രിയും പാവപ്പെട്ട മന്ത്രിയും നല്ലൊരു കാര്യമാണ് നടത്തിയത്. പക്ഷെ ആളുകൾ ജനങ്ങൾ വന്ന് വാങ്ങിക്കുന്നില്ല, കയറുന്നില്ല. മുക്കിന് മീനും ഒക്കെ ഉണ്ടായിട്ടാ മോളെ. അതുകൊണ്ട് നിങ്ങളെ പോലുള്ള സാധാരണ ഈ പപ്പടം പോലെയൊക്കെ കച്ചവടം ചെയ്യുന്നവർക്ക് പോലും ഒരു ബുദ്ധിമുട്ടാവും. നമുക്കൊരിക്കലും ഇത് പുറത്ത് കൊണ്ട് നടന്ന് കച്ചവടം ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. കയ്യും കാലിലും ഒന്നും വയ്യ. വീടാൻ തോറും ഇപ്പൊ ഓരോരുത്തർ കൊണ്ടു കൊടുക്കുന്ന നമുക്ക് അങ്ങനെയൊന്നും വയ്യ. പിന്നെ ഈ കമ്പോളം കൊണ്ട് വാങ്ങുന്നവരെ ഇറങ്ങി വരാം, പിന്നെ വരക്കും അങ്ങനെ. അപ്പോൾ നമുക്കറിയാം കോടികൾ നിർമ്മിച്ചാണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചത് എന്നാണ് പറയുന്നത്. ഇതിന്റെ നിർമ്മിതി കോടികൾ 2 കോടിയോളം പറയുന്നുണ്ട്. അതിനെപ്പറ്റി വ്യക്തതയില്ല. എങ്കിൽ പോലും ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഈ ഒരു മാർക്കറ്റ് ഇത്രയും സൗകര്യങ്ങളോട് കൂടി നിർമ്മിച്ചിരിക്കുന്ന മാർക്കറ്റ് മത്സ്യ കച്ചവടക്കാർക്കും പച്ചക്കറി തൊഴിലാളികൾക്കും ഒക്കെ തന്നെ ഇവിടെ വന്ന് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ആരും ഈ മാർക്കറ്റിലേക്ക് കയറാത്തത്? ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ പുറത്ത് ആശ്രയിക്കുകയാണ്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഞങ്ങൾ പുറത്തിരുന്ന് കച്ചവടം ചെയ്തോളാം, അവർക്കാർക്കും ഈ മാർക്കറ്റിലേക്ക് വരാൻ കഴിയുന്നില്ല. ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതിന് അധികൃതരാണ് മറുപടി പറയേണ്ടത്. ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിൽവൻസൺ, വിസ്മയ.